കോച്ച് ഗംഭീറായപ്പോൾ ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഗംഭീറിനെ വലിയ നന്ദി പറയാനുണ്ട്. ക്യാപ്റ്റൻ സൂര്യ ഫ്ലോപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് കപ്പ് കിട്ടിയത് ഗംഭീർ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോഴത്തെ എന്ന കോച്ച് ഗൗതം ഗംഭീർ കളി ജയിച്ച ശേഷം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 255 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് നാണം കെട്ടു. ഇന്ന് ഫൈനലിൽ കളി ജയിച്ച ശേഷം കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു വേൾഡ് കപ്പ് ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ല. ആദ്യമൊക്കെ ഇന്ത്യ മികച്ച കളി കാഴ്ചവെച്ചു. എന്നാൽ ഒരു സമയമായപ്പോഴേക്കും ഇന്ത്യൻ ടീം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സെമി പോലും കടക്കില്ലായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത് സഞ്ജുവാണ്. അടുപ്പിച്ച് 3 മാച്ചിലും സഞ്ജു 50 അടിച്ചു. സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ വിജയശില്പി. സഞ്ജു കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ ഫൈനൽ കാണില്ലായിരുന്നു. സെമിക്ക് മുന്നേ ഇന്ത്യ പുറത്താവേണ്ടതാണ്. സഞ്ജു ഇന്ത്യയുടെ ഭാഗ്യചിഹ്നമാണ്. സഞ്ജുവിനെ നേരത്തെ തന്നെ ഇറക്കേണ്ടതായിരുന്നു. എനിക്ക് അബദ്ധം പറ്റി. ഞാൻ സഞ്ജുവിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതവൻ കാത്തു സൂക്ഷിച്ചു. സഞ്ജുവിന് എല്ലാ കാലത്തോളം ഇന്ത്യൻ ടീമിന്റെ മികച്ച T20 ഓപ്പണർ ആയിരിക്കും. സഞ്ജുവിനെ പോലത്തെ കളിക്കാരനെയാണ് ടീമിന് ആവശ്യം. സഞ്ജു ഒരിക്കലും സെൽഫിഷ് പ്ലെയർ അല്ല. സെഞ്ചുറി അടിക്കാമായിരുന്നിട്ടും അവൻ ടീമിന് വേണ്ടി മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടം. എന്തായാലും വേൾഡ് കപ്പ് നേടിയതിൽ സന്തോഷമുണ്ടെന്നും ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന് സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷേ ബോളുകൾ വേസ്റ്റാക്കാതെ വേഗത്തിൽ ടീമിന്റെ സ്കോർ ഉയർത്താനാണ് സഞ്ജു ശ്രമിച്ചത്. കോഹ്ലി, സച്ചിൻ ആണെങ്കിൽ പോലും ഇപ്പോൾ സെഞ്ചുറി അടിച്ചിട്ടേ മടങ്ങൂ. എന്നാൽ സഞ്ജു ടീമിന് വേണ്ടി മാത്രം പോരാടി. അല്ലെങ്കിൽ സഞ്ജുവിനെ അടുപ്പിച്ച് 3 സെഞ്ചുറി നേടാമായിരുന്നു. ന്യൂസിലാൻഡ് ഇന്ത്യക്ക് ഒരു ഇര പോലുമല്ലായിരുന്നു. അത്രയും വേഗത്തിലാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. ധോണി രോഹിത്തിന് ശേഷം സൂര്യകുമാറിനും ഒരു കപ്പ് ലഭിച്ചിരിക്കുകയാണ്. സൂര്യ ഇനി ചരിത്ര താളുകളിൽ എഴുതപ്പെടും. സഞ്ജു ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.